എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ദേവയാനി ആകെപ്പാട് ധർമ്മസങ്കടത്തിലായി. ആദർശന് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. അവന്റെ പെരുമാറ്റം സംസാര രീതി എല്ലാം വ്യത്യസ്തമാണ്. ഇന്ന് വരെ അവരങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ടെൻഷൻ ദേവേനെ പിന്തുടരുവാണ്. എന്താ കാരണം എന്നറിയത്തില്ല. അവനോട് ചോദിച്ചിട്ടാണ് വ്യക്തമായൊരു ഉത്തരം പറയണില്ല. പിന്നീട് ആദർശ് അങ്ങ് പോയി കഴിഞ്ഞ ഉടനെ നയനയെ വിളിക്കുവാണ് ദേവേനി. പിന്നീട് നയന ചോദിച്ചു, എന്താമ്മേ ആദർശന് എന്താ പറ്റിയത്? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? എന്നെ കാണാൻ പോലും ഇങ്ങോട്ട് വരാത്ത എന്താന്ന് ചോദിക്കാം. അതറിയത്തില്ല മോളെ, അവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അവൻ ഇതുപോലെ പെരുമാറി ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവൻ കടുത്ത എന്തോ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തോന്നേ. കാര്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. പിന്നെ മോളെ കുറിച്ച് എനിക്ക് ഒത്തിരി ഏതെങ്കിലും ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ. അവൻ ചോദിച്ചാലൊന്നും വ്യക്തമായൊരു മറുപടിയും തന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നയന പറഞ്ഞു, ഇനിയിപ്പം ഞാനും അമ്മയും തമ്മിലുള്ള ഇഷ്ടമൊക്കെ ആദർശന അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? നമ്മൾ തമ്മിൽ സ്നേഹത്തിലാ പോണെന്നുള്ള കാര്യം. അങ്ങനെ ആവാൻ വഴിയില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവന് സന്തോഷമല്ല തോന്നണ്ടേ. ദേഷ്യം വരേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയാ. അല്ല ഇതെങ്ങാനും മറച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല മോളെ. ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ലെന്ന് പറയണം. അതൊന്നുമല്ല, മറ്റെന്തോ കാരണമാണെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയണം. നോക്കട്ടെ, മോള് പേടിക്കൊന്നും വേണ്ട, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഓർത്ത് ഇനി സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവേനി നയനയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം ഗോവിന്ദനും കനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതും നന്ദുവിനെ കുറിച്ച് തന്നെ. അവർക്ക് നല്ല ടെൻഷനാ. നന്ദു ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട്. ട്രെയിനിങ്ങിന് പോകുന്നേക്കാളും കൂടുതൽ ടെൻഷൻ ട്രെയിനിങ്ങിന് പോയിട്ട് വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചാ. കാരണം പോകുന്ന പോലെയല്ല തിരിച്ചു വരുന്നത്. SI ആയിട്ടാ തിരിച്ചു വരുന്നത്. അവളുടെ സ്വഭാവം നന്നായിട്ടറിയാം. വെട്ടൊന്നും മുറിയുണ്ടെന്നുള്ള സ്വഭാവമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചാടി കയറി ഇടപെടുകയും ചെയ്യും. അത് മാത്രമല്ല, ഇനിയിപ്പം പണ്ടത്തെ പോലൊന്നും അല്ല. അവൾക്ക് ഇത്ര പവർ കൂടും. അല്ലെങ്കിൽ തന്നെ 3-5 പേരൊക്കെ ഒറ്റയടിക്ക് തല്ലി ഒതുക്കുന്ന അവള്. ഇനിയിപ്പോൾ SIയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാവും ഓർത്ത് ടെൻഷനുണ്ട്. പിന്നീട് കനക ഗോവിന്ദനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നന്ദുവിന് SI പദവി കിട്ടുന്നതോട് കൂടിയിട്ട് എനിക്ക് ആകെപ്പാടെ ടെൻഷനാന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, എനിക്കും അതുപോലെയൊക്കെ തന്നെയാ. കാര്യം പറഞ്ഞാൽ നന്ദു ഏറെ ആഗ്രഹിച്ച ജോലിയൊക്കെ തന്നെയാണ്. പക്ഷെ അവള് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് മാത്രമല്ല ഗോവിന്ദന് അറിയാലോ, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ തന്നെ നന്ദുവും അനിയും തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവൾ SI ആയിട്ടും കൂടി തിരികെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അതോർത്തിട്ട് എനിക്കും ടെൻഷൻ ഉണ്ട് കനകെ. ഒരു കാരണവശാലും ഇത് പാടില്ല. അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ലെന്ന് പറയാം. കനക പറഞ്ഞു, അത് ശരിയാ. പക്ഷെ നമ്മൾ പറയുന്ന പോലെയല്ലോ. പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്കേ. എന്തൊക്കെയാലും അവർ രണ്ടുപേരും ഒന്നിക്കുമെന്നല്ല പറയണേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ മൂന്നാമതൊരാളും കൂടി അനന്തപുരിയിലേക്ക് ചെല്ലുന്ന കാര്യം ഓർത്തു നോക്കാൻ പറയണം. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, അത് ശരി തന്നെയാ. ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കനകെ. 2 മക്കൾ നമ്മുടെ അവിടെയുണ്ട്. മൂന്നാമതൊരുത്തേയും കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലേക്ക് കയറി ചെന്ന് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം. ഈ പറയുന്ന മൂർത്തി സാറിനും വസുദേവ മുത്തശ്ശിയും കുഴപ്പമില്ലായിരിക്കും. എന്തൊക്കെയാന്ന് പറഞ്ഞാലും കൊച്ചുമോനാണല്ലോ. പക്ഷെ എന്നാലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിത് കാണുമായിരിക്കും. കാരണം അനാമികൻ അനിയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തിയല്ലേ അവർ തമ്മിൽ വിവാഹം നടത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതിന്റെ പേരിൽ നമ്മുടെ നന്ദുവിന്റെ ജീവിതം തകർന്നു പോകുന്നു പറയാം. ഇതൊക്കെ നമുക്ക് പറയാനല്ലേ കോന്തേടാ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നന്ദു ആണെങ്കിലോ ഇപ്പൊ കാണുന്നില്ല, മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നന്ദുവിന് അങ്ങനെ കാണാതെ മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. കോന്ന് പറഞ്ഞ് അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നമ്മൾ അവളെ പറഞ്ഞു തിരുത്തണം. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറയണം. കാരണം ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാന്ന് പറയണം. ഈ സമയം അനാമിക ആകെപ്പാടെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അനി പോയിട്ട് ഇതിലായിട്ട് വന്നിട്ടില്ല. അതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി മോളെ? മുഖമൊക്കെ വല്ലായിരിക്കണം. എന്താ മോളെന്താ കരയുമായിരുന്നു ചോദിക്കും. ഞാനെന്തിനാ അപ്പച്ചി കരയണേ? കരയൊന്നും അല്ലായിരുന്നു പറയും. പിന്നെ എന്താ കാര്യം എന്താന്ന് ചോദിക്കും. അനിയുടെ കാര്യം ഓർത്തിട്ട് അവന്റെ കാര്യം ഓർത്തിട്ട് മോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ മോളെ, അവൻ ഇപ്പോഴും മിക്കവാറും അവളുമായിട്ട് ബന്ധം കാണും. അവളെ കാണുന്നുണ്ടായിരിക്കും, മിണ്ടുന്നുണ്ടായിരിക്കും, ഫോൺ ചെയ്തും മെസ്സേജ് അയക്കലും എല്ലാം ഉണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പച്ചി. മോളെ കാര്യം ചെയ്യുക, അവന്റെ ഫോൺ മേടിച്ച് നോക്ക്, ഒന്ന് എടുത്ത് നോക്ക്, അവൻ വിളിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, നല്ല കഥയായിപ്പോയി. അവന്റെ ഫോൺ എടുത്ത് നോക്കാനാ? അവന്റെ ഫോണിൽ നിന്ന് ലോക്ക് മാറ്റി കിട്ടിയിട്ട് വേണ്ടേ? അവന്റെ ഫോൺ എങ്ങാനും എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവന് വെട്ടുപോത്തിനെ പോലെ പാഞ്ഞിങ്ങോട് വരും. അവന്റെ ഫോണെ തൊടാൻ പോലും സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അപ്പൊ തന്നെ മനസ്സിലാക്കാൻ മേലെ
ആ ഫോണിനകത്ത് എന്തോ രഹസ്യം അവൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന്. മിക്കവാറും അവളുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാ അവന് ഫോൺ ആർക്കും കൊടുക്കാത്തെ. അങ്ങനെയുള്ളപ്പോൾ സൂക്ഷിക്കുക തന്നെ വേണം മോളെ. ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്. നീ അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. തെളിവോട് കൂടി കൈയോടെ പിടികൂടണം. എന്നിട്ട് വേണം നമ്മൾ തിരിച്ചടി കൊടുക്കാനെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക എനിക്ക് ആഗ്രഹമുണ്ട് അപ്പച്ചി, പക്ഷെ നടക്കണില്ല എന്ന് പറയാം. മോളിങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം തന്നെ തകർന്നു പോകും. അറിയാലോ. ആ നന്ദു എന്ന് പറയുന്നവരുടെ കയറ്റാനായിട്ട് എന്റെ മരുമോളും പിന്നെ അവളുടെ അനിയത്തിയും നല്ലവണ്ണം തന്നെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടാ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോള് ഒന്നും മിണ്ടാതെയും പറയാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം മോൾക്കിട്ട് തന്നെ അത് പണിയാവുമെന്ന് പറയണം. ഇത് കേട്ടപ്പം അനാമയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടലും കാര്യങ്ങളായി. ഞാൻ നോക്കാപ്പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് നയനെ ആകെപ്പാട്ട് ടെൻഷനിരിക്കുക. ഒന്നുകൂടെ ആദർശാനെ വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് ആദർശനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഇതെന്താ ആദർശാനെ ഇത്ര തവണ വിളിച്ചിട്ടും കോൾ എടുക്കാതെ? ഇനി എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ? കമ്പനി പ്രശ്നമോടെ തന്നോടും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ടേക്ക് വന്നു. കനക വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ ആദർശ് മോൻ വിളിച്ചില്ലേന്ന് ചോദിക്കാം. വിളിച്ചാലും നമ്മെ എടുക്കണില്ല എന്ന് പറയാം. അതെന്ത് പറ്റി? അല്ല നന്ദു നാളെ പോവല്ലേ, അപ്പം വരേണ്ടതായിരുന്നല്ലോ, ഇതിനായിട്ടും വന്നില്ലല്ലോ എന്ന് പറയാം. എന്താണെന്നറിയത്തില്ല. അല്ല വിഷു ആയിട്ട് വരുമോ? വിഷു കൈനീട്ടം പോലും തന്നില്ലോ. ഇപ്പം നവ്യക്ക് ഒന്ന് വിഷു കൈനീട്ടം കൊടുത്തു, പക്ഷെ മോൻ ഇങ്ങോട്ട് വന്നു പോലും ഇല്ലോ. ഇനി മോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറയണം. പിന്നെന്താ വരാത്തെ? അമ്മയോടൊന്ന് വിളിച്ച് ചോദിക്കാൻ വരാനും ചോദിക്കും. അമ്മയോട് വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ആദർശാണ് ഇനി വരെ തിരക്കുണ്ടായിട്ടായിരിക്കും വരാത്ത അമ്മയെന്നൊക്കെ പറയണം. ശരിയെന്ന് പറഞ്ഞ് കനയെ കൊണ്ട് പോവാ. ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മയുടെ അടുത്ത് കള്ളത്തരം പറഞ്ഞു. പക്ഷേ എങ്കിൽ ആദർശാണ് എന്തോ പ്രശ്നമുണ്ട്. ഇനി നാളെ ഇനിയിപ്പം നന്ദു പോകുന്നോടം വരെ തനിക്ക് ഇവിടെ നിന്നേ മതിയാവുള്ളൂ. പോയി കഴിഞ്ഞാലേ വീട്ടിലേക്ക് എല്ലാം പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ആദർശാണ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ എല്ലാവരും ഇവിടെ തിരക്കും. അങ്ങനെ തിരക്കണ സമയത്ത് താൻ എന്താ മറുപടി പറയണ്ടേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ആ സമയം ദേവേനി ഇതേ വിഷമത്തിൽ തന്നെയായിരുന്നു. ദേവേനി ഇങ്ങനെ വിഷമിച്ച് മുറിയിരിക്കുന്ന സമയത്ത് ജയൻ അങ്ങോട്ടേക്ക് വരുന്നേ. ജയൻ വന്നിട്ട് എന്താ ദേവേനി ഭയങ്കര ആലോചനയിലാണല്ലോ എന്നൊക്കെ പറയാം. അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ആദർശന് എന്ത് പറ്റാനായിട്ട്. അല്ല ഇനിയിപ്പം നയനി ഇല്ലാത്തതുകൊണ്ടാണോ ആദർശന് ഇത്ര സങ്കടം? അവൻ ആ പണ്ടത്തെ ഉത്സാഹം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. അവൻ ഇപ്പോഴും എങ്ങനെയാന്ന് പറയാണ്. അതെന്താന്ന് അറിയത്തില്ല. ജേട്ടൻ അറിയാവുന്ന ചോദിക്കാം. അതെങ്ങനെ എനിക്കറിയാം? നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്കറിയത്തുള്ളൂ. അല്ല അവന്റെ എന്ത് കാര്യങ്ങളാണെന്ന് നിനക്കറിയാലോ. പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എനിക്ക് തോന്നുന്നേ നായനമോട് ഇങ്ങോട്ടേക്ക് വരാത്തന്നെയാന്ന് തോന്നേ. ഒരു പക്ഷേങ്കില് അവളെ കൊണ്ടുവരാത്തന്നെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് പറയാം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അവൻ എങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതായിട്ട്. നയന് 2 ദിവസം അവിടെ പോയി നിന്നോർത്തുണ്ട് അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അതൊന്നുമല്ല, വേറെന്തോ കാര്യമെന്ന് പറയണേ. വേറെന്തോ കാര്യമോ? അതെന്താ എനിക്കറിയില്ല. നീ തന്നെ അവനോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറയണില്ല എന്ന് പറയണ. ദേവേനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. ജേടൻ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? തനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ജയൻ ആദർശിന്റെ ഇടയിലേക്ക് എന്നിട്ട് ആദർശനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ്. എടാ നന്ദു പോവല്ലേ, നീ എപ്പോ അവിടം വരെ ചെല്ലണ്ടേന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും ആദർശോട് ഞാൻ പോകുന്നില്ല അച്ഛാന്ന് പറയാ. അതെന്താ പോകുന്നില്ലാത്ത? ഒന്നുമില്ല എന്ന് പറയണ. അങ്ങനെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിന്നെ അന്വേഷിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാന്ന് പറയാണ്. നിനക്ക് എന്ത് പറ്റിയിടാന്നൊക്കെ ജയൻ ചോദിച്ചു കഴിയുമ്പോഴും ആദർശ് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നുണ്ടായിരുന്നില്ല. ജയന് മനസ്സിലായി നയനയോടുള്ള ദേഷ്യം ഇവനുണ്ട്. ഒരു പക്ഷേ നയനയും ദേവയാനും തമ്മിൽ ഒന്നിച്ചൊന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും. അത് ഉൾക്കൊള്ളാനായിട്ട് ഇവന് കഴിയുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇവനോട് സത്യാവസ്ഥ തുറന്നു പറയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടെന്ന് തോന്നേ. അതാണോ കാരണം? അതുകൊണ്ടാണോ അവനിങ്ങനെ അകന്ന് നിൽക്കുന്നതെന്നൊക്കെ ജയൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷെ ഈ സമയമല്ല ആദർശിന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുക. അവള് തന്നോട് വലിയ കള്ളത്തരോ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയായിട്ടും അവൾ സത്യം തുറന്നു പറയുന്നില്ല. അവള് മാത്രമല്ല അമ്മ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവള് തൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളത്തരമൊന്നും പറയണ്ടായിരുന്നു. ഒന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയം നന്ദുവിന്റെ ഫോണിലേക്ക് അനി വിളിക്കുവാണ്. അനി വിളിച്ചപ്പോൾ നന്ദു എടുക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിലോ അതെങ്ങാനും നയനടുത്തേക്ക് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാകാനായിട്ട്. എന്നാൽ എല്ലാവർക്കും ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിന്നർ കഴിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ പോയിട്ടുമില്ല. വീട്ടിൽ നിന്നാണ് വിടത്തുമില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനായി. ഇനി എങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് പോകാൻ പറ്റില്ല. ഇവരുടെ കണ്ണുപിടിച്ച് പോകാനും പറ്റില്ല. ആ ഒരു വിഷമത്തില് നന്ദു കോൾ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ച് നന്ദു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.